ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ പുഡിങ്ങിൻ്റേതാണ്. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പുഡിങ്ങായത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത് ആദ്യം തന്നെ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 3 മാങ്ങ എടുത്തിന് ഇതേ തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ടൊന്ന് വരാം. എന്നിട്ടാ ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് ഏത് ബിസ്ക്കറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ആരോ റൊട്ടി ബിസ്ക്കറ്റാണ് എടുത്തിന്. ഇനിയിപ്പോൾ നന്നായി ഇത് പൊടിച്ചിട്ട് നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയറിൽ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് അമർത്തിയിട്ട് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പകുതി മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മാങ്ങൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് എടുത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഫ്രഷ് ക്രീം മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലതിലേക്ക് തന്നെ ഒന്ന് ലെവലാക്കിയിട്ട് കൊടുക്കലാന്ന്. അതിനിപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പകുതി മാങ്ങയും കൂടി ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കലാന്ന്. പിന്നെ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അടിച്ചിട്ട് വരാം. അതിനിപ്പോൾ ഈ മാങ്ങൻ്റെ പൾപ്പ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കലാന്ന്. അപ്പോൾ ഞാൻ നല്ലതിലേക്ക് തന്നെ ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കലാന്ന്. പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് മാങ്ങ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പുതിന ചപ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കാം കേട്ടോ. ഇത് ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ 3-4 മണിക്കൂറെല്ലാം കഴിഞ്ഞ് നമ്മുടെ പുഡിങ്ങിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല മൊഞ്ചാന്ന്, കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഉള്ളിൽ ബിസ്ക്കറ്റിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.